أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മൽഫൂസാത്ത് സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. ധാർമ്മിക ഗുണങ്ങളാകുന്ന ദിവ്യാത്ഭുതം. സ്വന്തം കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് സ്വാത്മാവിൻ്റെ സംസ്കരണം അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുക എന്നത് തന്നെയാണ് വിശ്വാസത്തിൻ്റെ മാർഗം. ദൃഢവിശ്വാസത്തോടെ തൻ്റെ കൈകൾ പ്രാർത്ഥനയ്ക്കായി ഉയർത്തുന്നവൻ്റെ പ്രാർത്ഥന റദ്ദാക്കപ്പെടുകയില്ലെന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. ആകയാൽ ദൃഢവിശ്വാസത്തോടും സതുദ്ദേശത്തോടും കൂടി അള്ളാഹുവിനോട് ചോദിക്കുക, സൽസ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക. ദിവ്യാത്ഭുതങ്ങൾ, അതായത് കറാമത്ത് കാണിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ വീണ്ടും ഉപദേശിക്കുകയാണ്. തനിക്ക് ദിവ്യാത്ഭുതം, അതായത് കറാമത്ത് കാണിക്കുന്നവനാകേണ്ടതില്ല എന്നാരെങ്കിലും പറയുന്നതായാൽ പിശാച് അയാളെ വഞ്ചനയിൽ അകപ്പെടുത്തുകയാണെന്ന് ഓർത്തുകൊള്ളുക. അഹങ്കാരവും പൊങ്ങച്ചവുമല്ല ദിവ്യാത്ഭുതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിവ്യാത്ഭുതം മുഖേന ജനങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സത്യതയും പൊരുളും അറിയാൻ കഴിയുകയും സന്മാർഗം സിദ്ധിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ധാർമ്മികമായ ദിവ്യാത്ഭുതങ്ങളിൽ അഹങ്കാരവും പൊങ്ങച്ചവും ഉണ്ടാവുകയില്ല. പിശാചിൻ്റെ ദുർബോധനമാണിത്. നോക്കുക, ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോടിക്കണക്കായ മുസ്ലിങ്ങൾ വാളിൻ്റെ ശക്തിയും ബലപ്രയോഗവും മുഖേന ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നോ? അല്ല, തെറ്റായ കാഴ്ചപ്പാടാണത്. ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ പ്രഭാവമാണ് അവരെ ആകർഷിച്ചത്. ദിവ്യാത്ഭുതങ്ങൾ പലവിധമുണ്ട്. അവയിലൊന്നായ ധാർമ്മിക ഗുണങ്ങൾ ഉളവാകുന്ന ദിവ്യാത്ഭുതം എല്ലാ രംഗത്തും വിജയം വരിക്കുന്നു. സത്യാത്മാക്കളുടെ കറാമത്തുകൾ കണ്ടുകൊണ്ട് അവയുടെ സ്വാധീനത്താൽ തന്നെയാണ് അവർ മുസ്ലിങ്ങളായത്. അവർ ഇസ്ലാമിനെ ആദരവോടെ നോക്കിക്കണ്ടു, അല്ലാതെ വാളിനെയല്ല നോക്കിയത്. അന്യ സമൂഹങ്ങളെ ഇസ്ലാമിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന വിധം ചൈതന്യവത്തായ സത്യം ഇസ്ലാം ഉൾക്കൊള്ളുന്നുവെന്ന് ഇംഗ്ലീഷുകാരായ ഗവേഷകർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ജമാഅത്തിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കുക. താൻ മുമ്പ് എന്തായിരുന്നുവോ അതിൽ നിന്ന് പരിവർത്തനം സംജാതമായതായി തൻ്റെ അയൽക്കാരൻ മനസ്സിലാക്കുമാറ് സ്വഭാവ ഗുണങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നവൻ വാസ്തവത്തിൽ കറാമത്താണ് കാണിക്കുന്നത്. അത് അയൽക്കാരനിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ ജമാഅത്തിൽ ഒരു അഭിവൃദ്ധിയും ഉണ്ടായിട്ടില്ലെന്ന് ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കറ്റുകെട്ടിലും കോപാവേശത്തിലും അകപ്പെട്ടിരിക്കുന്നുവെന്ന് ആരോപിക്കുന്നു. ഉദാത്തമെന്ന് മനസ്സിലാക്കിയാണ് മനുഷ്യർ ഈ ജമാഅത്തിൽ പ്രവേശിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് ഒരു ഖേദവും ഉളവാകുന്നില്ലല്ലോ. സന്മാർഗജിത്തനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ സൽപ്പേര് കാത്തു സൂക്ഷിക്കുന്നത് പോലെ ബയ്യത്ത് ചെയ്യുന്ന വ്യക്തിക്കും പുത്രൻ്റെ സ്ഥാനമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിശുദ്ധ പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശ്വാസികളുടെയെല്ലാം പിതാവാകുന്നു. ജഡിക പിതാവ് ഭൂമിയിൽ ജന്മമെടുക്കാനും ഭൗതിക ജീവിതം നയിക്കാനും കാരണമാകുമ്പോൾ ആധ്യാത്മിക പിതാവ് സ്വർഗലോകത്തേക്ക് നയിക്കുകയും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് വഴികാട്ടുകയും ചെയ്യുന്നു. പുത്രൻ തൻ്റെ പിതാവിനെ അവഹേളിച്ചുകൊണ്ട് അഭിസാരികകളുടെ അടുത്തേക്ക് പോകുന്നതും ചൂത് കളിച്ച് നടക്കുന്നതും മദ്യപിക്കുന്നതും പിതാവിന് മാനക്കേടുണ്ടാക്കുന്ന ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇത്തരം പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നവർ ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതേസമയം ഉത്തരവാദിത്ത ബോധമില്ലാത്ത പുത്രൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മാലോകരുടെ നാവ് അടങ്ങിയിരിക്കുകയില്ല. ഇന്ന വ്യക്തിയുടെ മകൻ ഇന്ന ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവെന്ന് പിതാവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആളുകൾ പറയും. അങ്ങനെ ആ ഉത്തരവാദിത്ത ബോധമില്ലാത്ത പുത്രൻ പിതാവിൻ്റെ ദുഷ്പേരിന് കാരണമാകുന്നു. ഇതുപോലെ ഒരു പ്രസ്ഥാനത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി ആ പ്രസ്ഥാനത്തിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തുസൂക്ഷിക്കാതെ അതിൻ്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പക്ഷം ദൈവസമക്ഷം അയാൾ കുറ്റക്കാരനാണ്. അയാൾ തന്നെ മാത്രമല്ല അധാർമിക മാതൃകയായി തീർന്നുകൊണ്ട് മറ്റുള്ളവരെയും സന്മാർഗത്തിൽ നിന്നും സൗഭാഗ്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നു. ആകയാൽ നിങ്ങൾ കഴിയുന്നത്ര ശക്തി ചെലുത്തിക്കൊണ്ട് ദൈവത്തോട് സഹായം അർത്ഥിക്കുകയും സർവശക്തിയും ധൈര്യവും അവലംബിച്ച് സ്വന്തം ദൗർബല്യങ്ങളെ അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾ ദുർബലരായി ഭവിക്കുന്നിടത്ത് ആത്മാർത്ഥതയോടും ദൃഢവിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുക. എന്തെന്നാൽ ആത്മാർത്ഥതയാലും ദൃഢവിശ്വാസത്താലും പ്രേരിതനായി വിനയത്തോടും താഴ്മയോടും കൈ ഉയർത്തുന്നവൻ
ഒരിക്കലും വെറും കൈയോടെ തിരിച്ചു പോകാറില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, എൻ്റെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സുഹൃദയങ്ങളിൽ മാനവകുലത്തിനായി സഹാനുഭൂതി വെച്ച് പുലർത്താത്ത വ്യക്തി ലുബ്ധ കാണിക്കുന്നവനാണെന്ന കാര്യം ഉറപ്പാണ്. നന്മയും ഗുണവുമുള്ള ഒരു മാർഗം ഞാൻ കാണുമ്പോൾ അത് ജനങ്ങളോട് വിളിച്ചു പറയുക എൻ്റെ കടമയാണ്. ആരെങ്കിലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഗൗനിക്കുന്നില്ല. ആര് കേട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടേ പോകും എന്ന ഫാർസി കവിത ഇവിടെ സ്മരണീയമാണ്. ഒരാളെങ്കിലും ആത്മചൈതന്യമുള്ളവനായി തീർന്നാൽ അത് മതി. ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ആത്മീയ പ്രതിഫലം മോഹിച്ചുകൊണ്ടല്ല ഞാൻ ഇതൊക്കെയും നിങ്ങളോട് പറയുന്നത്. അതെനിക്ക് ഭൂഷണവുമല്ല. സ്വാത്മാവിൽ അങ്ങേയറ്റത്തെ ഊഷ്മള വികാരവും വേദനയും ഞാൻ ദർശിക്കുന്നു. ആ ഊഷ്മള വികാരത്തിനുള്ള കാരണം എനിക്ക് അജ്ഞാതമാണെങ്കിലും പിന്മാറാൻ പറ്റാത്ത വിധം തീവ്രമാണ് അതെന്നതിൽ തരിമ്പും സംശയമില്ല. ആകയാൽ നിങ്ങൾ ഈ കാര്യങ്ങളെ ഇനി കണ്ടുമുട്ടാനിടയില്ലാത്ത വ്യക്തിയുടെ വസിയത്തായി കണ്ട് ഒരു മാതൃക സ്ഥാപിക്കും വിധം പ്രാവർത്തികമാക്കുക. നമ്മിൽ നിന്ന് അകന്നിരിക്കുന്നവർക്ക് സ്വന്തം പ്രവൃത്തിയും വാക്കും മുഖേന ബോധ്യപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് പ്രകാരം കർമ്മങ്ങളുടെ ആവശ്യകതയില്ലെങ്കിൽ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശമെന്തെന്ന് പറഞ്ഞു തരൂ. ഗുപ്തമായ പരിവർത്തനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വ്യക്തമായി കാണാവുന്ന പരിവർത്തനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എതിരാളികൾ ലജ്ജിതരാവുകയും ജനഹൃദയങ്ങൾ പൊടുന്നനെ പ്രോജ്വലിക്കുകയും തങ്ങൾ വഴികേടിലാണെന്ന് എതിരാളികൾ നിരാശപ്പെടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൈകളിൽ കടുത്ത ദ്രോഹികൾ പോലും തൗബ ചെയ്യുകയുണ്ടായല്ലോ. അതിന് കാരണമെന്തായിരുന്നു? സ്വഹാബാക്കളിൽ സംജാതമായ മഹത്തായ പരിവർത്തനവും അവരുടെ അനുകരണീയ മാതൃകയും ശത്രുക്കളെ ലജ്ജിതരാക്കുകയാണുണ്ടായത്. മൽഫൂസാത്ത് വാള്യം 1 പേജ് 125 മുതൽ 128 വരെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.